നീണ്ട മുടിയുള്ള കാതിൽ കമ്മലിട്ട 27 വയസ്സുള്ള യുവതി വിവാഹാലോചനകൾ തേടുന്നു. അതെണ്ണ വെളുത്ത് ചുമന്ന ഒരു യുവതി, കുളത്തൂപ്പുഴ വീട്. അമ്മ നമുക്ക് പോയി വരാൻ എളുപ്പം. മുട്ടുവേദനയ്ക്കും നടുവേദനയ്ക്കും വാതരോഗത്തിനും വെരിക്കോസ് വെയിനും കല്യാണം ഉത്തമം. മൊഷട്, മുരുട്ടടിച്ച സ്വഭാവം ഇതെല്ലാം മാറാൻ കല്യാണം ഉത്തമം. തൻ്റേതല്ലാത്ത കാരണം കൊണ്ട് വിവാഹം ഒഴിഞ്ഞത് ഒരു യുവതി. സ്വത്തുക്കൾ ഇഷ്ടം പോലെ ഉണ്ട്. ഉണ്ടോ? നല്ലൊരു വിവാഹാലോചന തേടുന്നുണ്ട്. എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. അച്ഛനും അപ്പച്ചും കൂടെ എന്തോ ഇവിടുന്ന് പറയുന്നത്? കുറെ നേരമായല്ലോ. ഞങ്ങൾ ഇത്ര നേരം കിടന്ന് അലച്ചിട്ട് നിനക്ക് മനസ്സിലായില്ല? ഇല്ല, മനസ്സിലായില്ല. നിനക്ക് എത്ര വയസ്സാടാ? 35 വയസ്സ്. 35 വയസ്സായിട്ട് നിനക്ക് ഇതുവരെ കല്യാണം കഴിക്കണം തോന്നിയിട്ടില്ല? എന്റെ ബിസിനസ്സും എന്റെ പൈസ എന്റെ ലൈഫും മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ എത്ര വട്ടം പറഞ്ഞത്? പിന്നെ എപ്പോൾ കെട്ടാനിരിക്കുക? പ്രായമായി കഴിഞ്ഞിട്ടില്ല, നിന്നെ നോക്കാൻ ആരും കാണത്തില്ല. ഞാനും ഇവളൊക്കെ ഇന്നും നാളെ പറഞ്ഞ് നടക്കുക. അച്ഛനും അപ്പച്ചും ഇന്നോ നാളെ എന്ന് പറഞ്ഞങ്ങ് പൊയ്ക്കും. ഞാനേ അനാഥാലയത്തിന് എഴുതി കൊടുത്തിട്ട് ഞാൻ അനാഥാലയത്തിൽ പോയി കിടന്നോളാം. മോനെ, നീ ജാതി മതം ഒന്നും നോക്കണ്ട. ഈ 2ാം കെട്ട ആയാലും സാരമില്ല, നീ വിളിച്ചിറക്കിക്കൊണ്ടു പോവാ. അപ്പച്ചി സ്വീകരിച്ചോളാം. 2ാം കെട്ടുകാർ തന്നെ ഞാൻ അപ്പച്ചിക്ക് റെഡിയാക്കി തരാം. അപ്പച്ചി ഞാൻ കെട്ടി. നീ അപ്പൊ പെണ്ണ് കെട്ടുന്നില്ല? ഞാൻ കെട്ടുന്നില്ല അച്ഛാ. എന്തിനാ എന്റെ പുറയിൽ ഇങ്ങനെ നടക്കുന്ന രണ്ടുപേരൂടെ? ഞാൻ അപ്പോഴേ പറഞ്ഞത് അണ്ണൻ്റെ അടുത്ത്, ഈ ചെറുക്കനെ കണ്ട ബോർഡിങ്ങിലൊന്നും കൊണ്ടാക്കി വിടല്ലേന്ന്. 10 പെണ്ണുങ്ങളുള്ള സ്കൂളിലൊക്കെ കൊണ്ടുപോയി പഠിപ്പിച്ചിരുന്നെങ്കിൽ ഈ ചെറുക്കൻ ഈ ഗതി വരുമായിരുന്നോ? പെണ്ണെന്തോന്ന് അവൻ അറിയത്തില്ല. അങ്ങനെ പഠിപ്പിച്ചായിരുന്നു ഈ ചെറുക്കൻ ഇങ്ങനെ അവനവന്റെ കാര്യം മാത്രം നോക്കി ഇങ്ങനെ ജീവിക്കുമായിരുന്നോ? ഞാനെന്തോ ചെയ്യാന്? ചത്തുപോയ അവന്റെ വളരെ ആഗ്രഹമല്ലായിരുന്നോ പിന്നെ ബോർഡിങ് വിട്ട് തന്നെ പഠിപ്പിക്കണമെന്ന്? അതുകൊണ്ട് എന്താ ചെറുക്കൻ ഇങ്ങനെ ആയിപ്പോയി. താണ്ടി നമ്മുടെ വയനാട് അഞ്ചരക്കണ്ടി എന്നൊരു ആലോചന. 27 വയസ്സുള്ള യുവാവ് വെളുത്തിട്ട് പാറിയത് വരനെ തേടുന്നു. പെണ്ണിനോട് താല്പര്യമില്ല, ആണിനോടുണ്ടെന്ന് വിചാരിച്ചിട്ടാ. അതിനും മാറ്റമില്ല. സ്വന്തം അച്ഛനും അപ്പച്ചി ആയതുകൊണ്ട് മാത്രം ഞാൻ ഇതിന് ഉത്തരം പറയുന്നില്ല. കേട്ടല്ലോ? ഇനി മേലെ എന്റെ പുറകെ നടന്നേക്കല്ല, എന്റെ വായിരിക്കുന്ന വല്ലതും കേൾക്കും. അയ്യോ, ഇതെന്തൊരു ചെറുക്കത്. എന്നെ കൊണ്ടങ്ങ് പയ്യെ വെറുതെ സംസാരിച്ചോളാം. വായിലെ വെള്ളം പറ്റിക്കാന്നല്ലാതെ എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ? ഒരു ഗുണമില്ല. ഇതിനൊന്നും ഇതുവരെ വെള്ളം ഒഴിച്ചില്ല ഇവര്. നിങ്ങൾ എന്തുവാണ് അവിടെ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വന്നയാണോ? ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വന്നൊന്നുമല്ല. എനിക്ക് വയ്യ നീ ചെറുക്കൻ്റെ അടുത്ത് സംസാരിക്കാൻ. അവനെ നല്ല ഒന്നാന്തര അഹങ്കാരമാണ്, പൈസയുടെ അഹങ്കാരം. അവന്റെ അടുത്ത് ഒറ്റയ്ക്ക് പോയി താമസിക്കാൻ പറ. അവൻ ഇവിടുന്ന് ഇറക്കി വിടും. അവന് ഒറ്റയ്ക്ക് പോയി താമസിക്കുമ്പോൾ അവന്റെ ഒറ്റപ്പെടേണ്ട വേദന മനസ്സിലാവുമ്പോൾ അവനൊരു കല്യാണം കഴിക്കാൻ തോന്നും. ഞാൻ ഇനി അവനെ എങ്ങോട്ട് പറഞ്ഞു വിടണം? നിങ്ങൾ അവിടെ ഒരു വീട് പണിതിട്ടിട്ടില്ലേ, അങ്ങോട്ട് പോട്ടവൻ. നീ അതോടെ നോക്കാം. എന്തു അച്ഛാ അപ്പച്ചി, എന്തു അപ്പച്ചി നിങ്ങളിങ്ങനെ മിണ്ടാതിരിക്കുന്ന എൻ്റെ മുന്നിൽ വന്നിട്ട്? ഇപ്പം നിനക്ക് മനസ്സിലായോടാ ഒറ്റയ്ക്ക് താമസിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് എന്തുവാന്ന്? അതാ ഞങ്ങളെ വിവരമുള്ളവർ പറഞ്ഞത് സമയത്തും കാലത്തും കല്യാണം കഴിക്കാൻ. എനിക്കെന്തോ ബുദ്ധിമുട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്നതിന്? എനിക്ക് സന്തോഷമേ ഉള്ളൂ. ജീവിതത്തിൽ ഇത്രയും സന്തോഷവും സമാധാനം അനുഭവിച്ചത് ഈ കഴിഞ്ഞ 2 മാസമാണ് ഞാൻ. പിന്നെ നീ ചുമ്മാ പറയുക, നീ മൊത്തത്തിൽ അങ്ങ് മെലിഞ്ഞുണങ്ങി പോയെടുക്ക. എൻ്റെ അപ്പച്ചി, ഞാനിപ്പോൾ പ്രോപ്പർ ഡയറ്റിലാണ്. എൻ്റെ ബോഡിയൊക്കെ ഇപ്പോൾ ഫിറ്റായി. ഞാൻ പഞ്ചാരയും ചോറും ഒന്നും കഴിക്കത്തില്ല. ഇപ്പോൾ അവിടെ ഇന്നപ്പോൾ എന്ത് പറയുന്നത്, ഒരു കുന്ന് ചോറും ചിക്കനും മട്ടനും. ഞാൻ അവിടുത്തെ പന്നിയായിരുന്നു സത്യം പറഞ്ഞു. പിന്നെ പന്നി. സമാധാനമായല്ലോ, പറഞ്ഞാ ഞാൻ. നീ കട്ടൻ നീ ഇങ്ങനെ നിന്നോ. പിന്നെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിന് ഇത്രയും സന്തോഷവും സമാധാനവും ഉണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അതിന് നന്ദിയുണ്ട്. അപ്പം വിട്ടോ. എന്തൊരു ചെറുക്കനായത്. അവന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇല്ലല്ലേ. മിണ്ടരുത് നീ. ഇവിടെ വെളുക്കാൻ തെറ്റത് പാണ്ടായിട്ടിരിക്കുക. നല്ല വാക്ക് ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട വേണ്ടെന്ന്. അവന് പെണ്ണ് കഴിച്ചിട്ടില്ല, അവൻ കെട്ടണ്ട, അവൻ ഇങ്ങനെ തന്നെ നിൽക്കട്ടെ. അങ്ങനെ പറയാൻ വരട്ടെ. നമ്മുടെ കസ്റ്റഡിയിൽ ഒരാളുണ്ട്. അതാരെ? അതൊക്കെ ഉണ്ട്. ഒന്നുമില്ലേ? എന്ത് വേണ്ടി വരാൻ പറഞ്ഞേ? മക്കളുടെ കല്യാണം വല്ലതും ആയോ മോളെ? ഓ എവിടുന്നാവാനാ, 10-32 വയസ്സായി. എനിക്കാണെങ്കിൽ കെട്ടിക്കോളാഞ്ഞിട്ട് വയ്യ. ചെറുക്കനെ ഒന്നും കിട്ടാനില്ല. ഇനി ഒന്ന് കിട്ടിയതാണെങ്കിലും വേണ്ടൂല, ആരെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു.
നാട്ടുകാരുടെ ചോദ്യം കേട്ട് കേട്ട് മടുത്ത ആന്റി. ഇവിടുത്തെ മിഥുനെ അറിയാവോ? മിഥുനോ? അതാരാ? എന്റെ അനന്തരവനെ. ഓ, ആ കോടീശ്വരൻ ചേട്ടൻ. അറിയാം. അവനും കല്യാണാലോചനയൊക്കെ നോക്കുന്നുണ്ടേ. ആ, ഞങ്ങളുടെ അവിടെ പെണ്ണുങ്ങളെ ഒന്നും കിട്ടാനില്ല. മോക്ക് താല്പര്യമുണ്ടോ? ആ, എനിക്ക് താല്പര്യമൊക്കെ ഉണ്ട്. പക്ഷെ പുള്ളിക്കാരൻ മൊരടനല്ലേ, എങ്ങനെ ഇഷ്ടപ്പെടും? അവനിപ്പോ ഒറ്റയ്ക്കാ താമസിക്കുന്നത്. അണ്ണന്റെ ആ അടൂരുള്ള വീട്ടിലേ. മോൾ അവിടെ ചെന്ന് അവനെ ഇങ്ങനെ കറക്കി എടുക്കും. ആ, പക്ഷെ എങ്ങനെ വളയ്ക്കും? ഒരു പെണ്ണിനാണ് ഒരാളിനെ വളയ്ക്കാൻ അറിഞ്ഞുകൂടാത്തേ. ബുദ്ധി പ്രയോഗിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ജോലിക്കാരിയായിട്ട് ചെന്നാലോ അവിടെ? ജോലിക്കാരിയായിട്ട് എന്നും ചെന്ന് നിന്ന് അവൻ്റെ മുന്നിൽ നിന്നിട്ട് അവനെ മടിപ്പിക്കാതെ. അവന് ചായ ഭയങ്കര ഇഷ്ടമാ. മോളെ ഒരു പാൽക്കാരിയായിട്ട് അവിടെ പാലുമായിട്ട് പോകും. പാൽപാത്രം കൊടുത്ത് പാല് വാങ്ങിച്ച് ഒരു സൗഹൃദം ഉണ്ടാക്കി അതുവഴി പ്രണയത്തിലായി അവനെ കറക്കിങ്ങ് എടുക്കുന്നു. അപ്പൊ ശരി ആന്റി. അല്ല ആന്റി അല്ല, മാമി. പകരി പെണ്ണെ പലന്നു തയോ പലത്തിലൂടെ പഞ്ഞു കാട്ട. ഹലോ, എന്ത് കാണിക്കുന്നേ? എങ്ങനുണ്ട്? നന്നായിട്ടുണ്ട്. താങ്ക്സ്. ഞാനേ ഒരു പെണ്ണ് കാണല്ലോ പോവാ. ഈ കോലത്തിലോ? അതെന്താ ഈ കൊലത്തിന് കുഴപ്പം? നന്നായിട്ടുണ്ട്. ഇടിങ്ങ പാൽക്കാരിയായിട്ട് പോവാ. ആൾക്കാരായിട്ട് പെണ്ണ്? നിനക്ക് മാറിപ്പോയല്ലോ. ഫാൻസി ഡ്രസ്സിനാണോ നീ പോകുന്നത്? ഫാൻസി ഡ്രസ്സിനല്ല, ഇടി പാൽക്കാരിയായിട്ട്. നിനക്ക് മിഥുൻ ചേട്ടനെ അറിയാമോ? മിഥുൻ? അയ്യേ, ആ മിഥുനോ? മിഥുൻ ചേട്ടനെ ഞാൻ വളച്ച് കുപ്പിയിലാക്കാൻ പോവാ. ആ, വളച്ചൊടിച്ച് സാധാരണ കുപ്പിയിലാക്കാന്ന് കേട്ടുണ്ട്. നീ ചോറ്റുപാത്രത്തിലാക്കാനാണോ പോകുന്നത്? ഇടി, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങേരെ വളയ്ക്കാൻ പാൽക്കാരിയായിട്ടാണ് പോകാൻ പോകുന്നത്. അവിടെ ചെന്ന് എന്ത് തറവേല കാണിച്ചിട്ടാണെങ്കിലും അയാളെ ഞാൻ വളച്ചോടച്ച് കുപ്പിയിലാക്കും. നോക്കിക്കോ. ചെല്ല്, ചെന്ന് കയറി കൊടുക്ക്. അയാൾ നിന്നെ പിടിച്ച് തിന്നാതിരുന്നാ ഭാഗ്യം. ഡാഡി. അല്ല, എന്നിട്ട് മോള് റെഡി ആയി കഴിഞ്ഞോ? ആ, അയ്യോ, ലിപ്സ്റ്റിക്ക് തേച്ചില്ല. ലിപ്സ്റ്റിക്ക് തേക്കാനുണ്ട്. കൊച്ചെ, ലിപ്സ്റ്റിക് ഒക്കെ നല്ല ബ്രാൻഡ് യൂസ് ചെയ്യണേ. ഇതൊക്കെ ചുണ്ടിന് കേടാ. ഞാൻ നല്ല ബ്രാൻഡ് തന്നെ ഉപയോഗിക്കുന്നത്. ഇത് കണ്ടോ, മാമഅർത്തിന്റെ മോയ്സ്ചർ മാറ്റ് ലോങ് സ്റ്റേ ലിപ്സ്റ്റിക്ക്. ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, സേഫ് ആണ്, ടോക്സിൻ ഫ്രീ ആണ്. അത് മാത്രമല്ല നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എടി, ഇത് ചുണ്ട് ഡ്രൈ ആക്കില്ലേ? എടി, ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ അവക്കാഡോ ഓയിലും വൈറ്റമിൻ ഇയും ആണ്. അത് ചുണ്ടിന് മോയ്സ്ചറൈസേഷൻ നൽകുന്നു. 12 മണിക്കൂർ വരെ ഇത് നിലനിൽക്കും. ഇതിലെ അവക്കാഡോ ഓയിൽ ലിപ്പിനെ മോയ്സ്ചറൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ വൈറ്റമിൻ ഇ പിഗ്മെന്റേഷനെ പ്രിവെന്റ് ചെയ്യുന്നു. അല്ല, ഇത് എന്നും യൂസ് ചെയ്യാവോ? ഇന്നും യൂസ് ചെയ്യാം, കാരണം ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ നോൺ ഡ്രൈയിങ് ഫോർമുല അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇത് ട്രാൻസ്ഫർ പ്രൂഫുമാണ്, സ്മഡ്ജ് പ്രൂഫുമാണ്. ആണല്ലേ? എടി, എനിക്കും ഇത് വാങ്ങിക്കണമായിരുന്നു. ഇത് എവിടെ കിട്ടും? മാമഅർത്തിന്റെ സൈറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മുടെ അടുത്തുള്ള സ്റ്റോറുകളിലെല്ലാം അവൈലബിൾ ആണ്. എനിക്ക് എന്തായാലും മേടിക്കണം എടി. നീ ധൈര്യമായിട്ട് വാങ്ങിച്ചോ. ആ, പിന്നെ സൈറ്റിൽ നിന്ന് വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 20% ഡിസ്കൗണ്ട് നിനക്ക് കിട്ടും. അല്ലെങ്കിൽ മാമഅർത്ത് നല്ല ബ്രാൻഡ് അല്ലേ? അവർ കസ്റ്റമേഴ്സിന്റെ ആവശ്യം അനുസരിച്ച് അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ആ ഒനിയൻ ഷാമ്പൂ ഇല്ലേ, ഇപ്പോൾ ഒരു കസ്റ്റമേഴ്സിന്റെ ആവശ്യം അനുസരിച്ച് അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അടിപൊളിയല്ലേ? നിനക്കറിയാലോ, മാമഅർത്തിന്റെ മോയ്സ്ചർ മാറ്റ് ലോങ് സ്റ്റേ ലിപ്സ്റ്റിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആ വിയർ ചെയ്യാൻ. സൂപ്പറാ. ഇത് നാളെ തന്നെ ഓർഡർ ചെയ്യാം. മാമി പറഞ്ഞ വീട് ഇതാന്ന്. യമണ്ടം വീട് തന്നെ. 18 അടവ് പയറ്റിയാലും ഞാൻ ഈ വീട്ടിൽ കയറും. എന്തോരം നമ്പറാ എൻ്റെ കയ്യിൽ. പാൽക്കാരി പെണ്ണേ പലന്നു തയോ പാലത്തിലൂടെ പഞ്ഞു. ആരാ? എന്തുവാ? പാൽ. അതിന് പാല് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഈ പ്രദേശത്തെ ഏക പാൽക്കാരിയാണ് സാറേ ഞാൻ. കൊച്ചെ, ഞാൻ എന്നെ ആവശ്യപ്പെട്ടില്ലല്ലോ.
ഞാനിവിടെ പാല് സപ്ലൈ ചെയ്ത് വന്നപ്പോഴാണ് സാർ ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളെന്ന് അറിഞ്ഞത്. അതുകൊണ്ട് സാറിന് പാല് തരാൻ വന്നതാ. സാറേ, അതിനെന്തിനാ ഇങ്ങനെ മുക്കി മുക്കി സംസാരിക്കുന്നേ? അതിഷ്ടമുള്ളവരെ കാണുമ്പോൾ ഞാനിങ്ങനെ വോയിസ് മോഡുലേഷൻ പിടിക്കുന്നതാ. സാറിന് ഇഷ്ടമല്ലെങ്കിൽ മാറ്റിയേക്കാം. ഒരുപാട് പ്രത്യേകതകളുള്ള പാലാ. എന്ത് പ്രത്യേകത? 2 മാസം വെളിച്ചം കാണിക്കാത്ത സിന്ധി പശുവിനെ ഓടിച്ചിട്ട് പറമ്പിൽ കൂടെ പിടിച്ച് കറന്നെടുത്ത പാലാ. ശുദ്ധമാ. ശുദ്ധമാണോ മിഥ്യയാണോ എന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ. എന്നാ വേഗം നോക്കിയിട്ട് പറ. എന്തുവാ വച്ചേ? ഒരു ഗ്ലാസ് ചായ തരുമോ? വെയിലത്ത് ഓടി ഓടി വന്ന് ഭയങ്കര തലവേദന. ഇരിക്ക്. ആളെന്തൊരു മുരടനാ. ആളും മുരടനാണെങ്കിലും വീടും പറമ്പൊക്കെ കൊള്ളാം. പക്ഷെ വീട്ടുപേര് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മിഥുനം. അഴുക്കപ്പേര്. അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് വീട്ടുപേരങ്ങ് മാറണം. മിഥുനം. സ്മിത മിഥുൻ. മിഥുൻ സ്മിത. മിസ്സസ് സ്മിത മിഥുൻ. മിഥുനേട്ടാ, മിഥുനേട്ടാ. അതെ, എന്താ? പാലെന്നും പറഞ്ഞ എന്റെ വീടിന് മുറ്റത്ത് മേലെ വന്നു പോയേക്കരുത്. ഔച്ച്. എന്തു പറ്റി? പാലിനകത്ത് മൊത്തം വെള്ളമാണ്. വായി വെച്ച് കുടിക്കാൻ കൊള്ളത്തില്ല. അയ്യോ, പാല് കവർ പോലെ ഡേറ്റ് കഴിഞ്ഞായിരുന്നോ? അതെന്താണെന്നറിയോ സാറേ? പശു വെള്ളം കുടിച്ചോണ്ടിരുന്നപ്പോൾ കറന്നെടുത്ത പാലാ. അതാ വെള്ളം. കോളടിച്ചല്ലോ. സാറിന് പഞ്ചസാരയും തേയിലയും മാത്രം ആഡ് ചെയ്താൽ മതിയല്ലോ. ഇനി മേലെ ഇമാതിരി പാലും കൊണ്ട് ഇവിടെ വന്നേക്കരുത്. ഞാനും കുറെ ബിസിനസ് ഒക്കെ ചെയ്തിട്ടുള്ള എന്റെ അടുത്ത് ഉടായ്പ ഇറങ്ങരുത്. പാൽ ബിസിനസ് ആയിരുന്നോ? അല്ല, പാൽപ്പൊടി ബിസിനസ്. ഇറങ്ങി പോവച്ചേ. ഓക്കെ. പെണ്ണുമ്പോൾ വിളിക്കട്ടെ. മൊരട്ടെ. ഹലോ. എന്റെ പൊന്നാൻറ്റി, ആൻറ്റി എന്നെ എങ്ങോട്ടാ പറഞ്ഞു വിട്ടേക്കുന്നത്? ഈ പോത്ത് പോലെ സ്വഭാവം ഉള്ളതിനൊന്നും വളയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആവുന്ന പണി എല്ലാം നോക്കി, ഒരു രക്ഷയില്ല. എന്നെ ചീത്ത വിളിച്ച് ഓടിക്കുവാ. മോളെ, നീ ഒന്ന് അടങ്ങ്. അവന്റെ സ്വഭാവം അങ്ങനാ. ഈ തന്ത്രം ഫെയിലായെങ്കിൽ അടുത്ത തന്ത്രമായിട്ട് നീ നാളെ അങ്ങോട്ട് ചെല്ലുന്ന്. ഞാൻ വോയിസ് മോഡുലേഷൻ വരെ എടുത്ത് നോക്കി, അതിലും വീഴാത്ത ആണുങ്ങളുണ്ടോ? എന്തുവാ ഇത്? എന്റെ പൊന്നു മോളെ, നീ നയപരമായിട്ട് നിന്ന് കാര്യം ഒന്ന് സാധിക്ക്. ചെല്ലി, നീ അടുത്ത തന്ത്രം അങ്ങോട്ട് എടുത്ത് കളിക്കാൻ നോക്ക്. ഞാൻ നോക്കാം. ആവശ്യം എന്റെയും കൂടെ ആയി പോയില്ലയോ? എന്തോ അത്? ഒന്നുമില്ല, ജസ്റ്റ് കിഡിങ്. ഇതിനകത്ത് എങ്ങനെ കയറിയേ? അടുക്കള വാതിൽ തുറന്നിട്ടില്ലായിരുന്നോ? സാർ എനിക്ക് വേണ്ടി തുറന്നിട്ടതാണോ? അടയ്ക്കാൻ മറന്നായിരിക്കും. ചായ ഇടുക. ഔച്ച്. അയ്യേ, സ്പൈസി. എന്റെ പൊന്നു വെച്ച വായിരിക്കുന്നെങ്കിൽ പോയി കഴുക്. മുളകും കഴിച്ചിട്ട് ഇന്ന് ഷോ കാണിക്കുന്നു. അതെന്ത് വരുന്നു? ഹലോ. എന്തുവാ മോളെ വീണ്ടും? എൻ്റെ പൊന്നാൻറ്റി, ഒരു വഹ നടക്കുമെന്ന് തോന്നുന്നില്ല. എന്നെ കുണ്ടികൊണ്ട് പോലും അങ്ങേര് തിരിഞ്ഞു നോക്കുന്നില്ല. ഓ, ഞാനിവിടെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി സെസ്കി വരെയായി. എന്നിട്ട് അവസാനം ഞാൻ മുളക് കടിച്ചത് മിച്ചം. ഓ, എന്നോട് ഇറങ്ങി പോവാനൊക്കെയാ പറയുന്നത്. മോളെ, അവൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ്. നമുക്കിനി വേറൊരു ഐഡിയ പ്രയോഗിക്കാം. അവൻ്റെ സ്വഭാവം വെച്ച് നോക്കിയാലേ 10 പേര് മോളെ അവൻ്റെ മുന്നിൽ വെച്ച് പൊക്കി പറയണം.
അങ്ങനെ പൊക്കി പറഞ്ഞാ അവൻ ഇംപ്രസ് ആവും. പൊക്കാൻ വേണ്ട ആളെ ആന്റി അങ്ങോട്ട് വിടാം. എന്തേലും ഒക്കെ ചെയ്, എനിക്കിനി വയ്യ. വയ്യ. സാറേ സാറേ, എൻ്റെ പൊന്ന് സ്ത്രീയെ, നിങ്ങളോട് ഞാൻ എത്ര വട്ടം പറഞ്ഞു നിങ്ങളുടെ പാല് വേണ്ടെന്ന്. സാറേ, ഇതാ കമ്പനിയുടെ അല്ല, വേറെ കമ്പനിയുടെയാ. ഇതോ അല്ല, ആ പശുവിൻ്റെ അല്ല, വേറെ പശുവിൻ്റെയാ. 2 ദിവസം വെളിച്ചം കാണാതെ പൂട്ടിയിട്ടിരുന്ന പുള്ളി പശുവിനെ മൈതാനത്തിലൂടെ ഓടിച്ച് കറന്നെടുത്ത പാലാണ് സാർ. നല്ലതാ. ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ. ഇനി മുറ്റത്ത് കയറി വരരുത്. എക്സ്ക്യൂസ് മീ, ഈ സ്മിതയുടെ വീട് അറിയാമോ? എനിക്കറിയത്തില്ല. നിങ്ങൾക്കറിയാമോ ഈ സ്മിതയുടെ വീട്? എൻ്റെ പേര് സ്മിത എന്നാ. നിങ്ങൾ ഏത് സ്മിത അന്വേഷിക്കുന്നേ? ഞാൻ തിരക്കുന്നത് ഈ മിൽക്ക് റൊട്ടേറ്റർ സ്മിത ഇല്ലേ? മിൽക്ക് റൊട്ടേറ്ററോ? ഈ പാല് കറക്കുന്ന സ്മിത. ആ ആ ആ പാൽക്കാരി സ്മിത ഞാൻ തന്നെയാ. നിങ്ങളാരാ? മേഡമാണോ പാൽക്കാരി സ്മിത? അയ്യോ, എന്നിട്ടോ നിങ്ങൾ അറിയത്തില്ലെന്ന് പറഞ്ഞത്? നിങ്ങളാരാ? ഞാനോ? ഞാൻ ഒരു പത്രാധിപനാണ്. ഇതെന്തോ ഇത്? അത് ഞാൻ ഡിസ്ട്രിബ്യൂഷനുണ്ട്. ഞാൻ ഇന്ത്യൻ ന്യൂസിന്റെ ചീഫ് എഡിറ്ററാണ്. ഓ, അല്ല, നിങ്ങൾ ഈ ഇത്രയും വലിയൊരു പോപ്പുലർ ആയിട്ടുള്ള ആളാണ് നിങ്ങൾ മനസ്സിലായില്ലെന്ന് പറഞ്ഞത്? എൻ്റെ സുഹൃത്തെ, എനിക്കറിയത്തില്ല. ഇവരെ നിങ്ങൾക്ക് അറിയില്ല? ഇവർ ഇന്ത്യ മൊത്തം ഫേമസ് അല്ലേ സ്മിത? സിൽക്ക് സ്മിതയാണോ? നോ, ഞാൻ ഈ മിൽക്ക് സ്മിതയെ പറ്റിയാണ് പറയുന്നത്. സിൽക്ക് സ്മിത? അതെ, കഴിഞ്ഞ ക്ഷീര കർഷക റീസർവേയുടെ പോളിംഗിൽ ഒന്നാമത് നിൽക്കുന്ന ആളാണ് ഈ സ്മിത. എന്തിനേറെ പറയുന്നു? ഇക്കഴിഞ്ഞ റിപ്പബ്ലിക് ഡേ പരേഡ് കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രി കുടിച്ചത് ആര് കറക്കിയ പശുവിന്റെ പാല് കൊണ്ടാന്ന് അറിയുമോ? അറിയത്തില്ല. ഈ സ്മിത. അതെല്ലാം വിട്ടേക്കും. ഇപ്പൊ നടക്കുന്ന കുംഭമേളയ്ക്ക് ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞത് ആരുടെ പശുവിന്റെ പാൽ കൊണ്ടുണ്ടാക്കി ചായയാണെന്ന് തനിക്ക് അറിയാമോ? ഈ നിൽക്കുന്ന സ്മിതയുടെ ആ പൂച്ചകളുള്ള കൊച്ചു വൈറലായില്ലായിരുന്നെങ്കിൽ ഇപ്പൊ വൈറലാകാൻ പോണ്ട ആളാ നിൽക്കുന്നത് സ്മിത. ഇവരെത്ര ഹാർഡ് വർക്ക് ആണെന്ന് തനിക്കറിയാമോ? രാവിലെ എനിക്ക് കുളിച്ചൊരുങ്ങി ക്യൂട്ടസ് വിട്ട് ഫാമിലി 100 പശുവിന്റെ പാല് ഒറ്റ സ്ട്രിപ്പിൽ അടിച്ച് ടാങ്കിലേക്ക് കയറ്റുന്ന ഹാർഡ് വർക്കിംഗ് ലേഡിയാണ് നിൽക്കുന്നത്. അയ്യോ, മേഡം എന്താണ് ഈ കുടിലിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത്? സാറിന് വേണ്ടി. ഇയാൾക്ക് വേണ്ടിയോ? ഹലോ, ആരാടാ? ഓ, ഞാൻ സമൂൽ മിൽക്കിന്റെ CEO. ആർട്ടിക്കിളാണെങ്കിൽ വേണ്ട, ഞങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ആർട്ടിക്കിളിന് വേണ്ടി വന്നതല്ല, ഇവരെ വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഞാൻ എന്റെ ഫാമിലെ 4 സെയിലെന്ന് എഴുതി വെച്ചേക്കുന്നതേ പശുവിന്റെ പാല് വിൽക്കാനാ. അല്ല, ഞാൻ എന്നെ ആർക്കും വിൽക്കുന്നില്ല. അറിയപ്പെടാം. അയ്യോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നിങ്ങളുടെ പശുവിൻ്റെ പാൽ വാങ്ങാൻ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കിങ് ഖാൻ, നമ്മളുടെ ഷാറുഖ് ഖാൻ, ആലപ്പുഴയിൽ അദ്ദേഹം ഒരു ഷൂട്ടിന് വരുന്നുണ്ട്. നിങ്ങളുടെ പശുക്കറവയെക്കുറിച്ച് അദ്ദേഹം കേട്ടിരിക്കുന്നു. അദ്ദേഹത്തിന് നിങ്ങളുടെ പശുവിൻ്റെ പാൽ കൂടിയേ തീരൂ. നടക്കില്ല. വൈ? മറ്റുള്ള ഭാഷകൾ കേവലം ദാത്രിമാർ, മർത്യന് പെറ്റമ്മ തൻ ഭാഷ മലയാളം എന്നാ. അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ടൊവിനോയും പൃഥ്വിരാജിനും ഒക്കെ കൊടുത്തിട്ടേ ഉള്ളൂ ഞാൻ കറക്കുന്ന പാൽ അങ്ങ് അന്യസംസ്ഥാന തൊഴിലാളികൾക്ക്. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഷാരൂഖ് ഖാനോട് അവിടെ പോയി വെയിറ്റ് ചെയ്യാൻ പറ. സാർ, നിങ്ങൾക്ക് ഈ മേഡത്തിൻ്റെ പശുവിൻ്റെ പാലിൻ്റെ കണ്ടന്റുകൾ എന്തൊക്കെയാണെന്നറിയോ? ഇല്ല. വൈറ്റമിൻ, കാൽസ്യം, പ്രോട്ടീൻ, മിനറൽസ്, അയൺ, കാസ്റ്റൈൻ, സ്റ്റെയിൻലെസ് സ്റ്റീൽ, സൾഫർ, ടിന്ന്, ലെഡ്, മാഗ്നീഷ്യം, കോപ്പർ, തുരുമ്പ്, ഒരമരുന്ന്, വെടിമരുന്ന്, അങ്ങനെ ഒരുപാട് കിടക്കുകയാണ് സാർ. അലൂമിനിയം കിട്ടുന്നത്. അലുമിനിയം പാത്രം പുറഞ്ച്. മാത്രമല്ല സാർ, ഇത് കുടിച്ചാൽ കുട്ടികളാകും, ടോളർ, സ്ട്രോങ്ങർ, ഷാർപ്പണർ, ഇറേസർ, ഇറങ്ങി പടപത്തി. എടോ, ഞാനൊരു ചീഫ് എഡിറ്ററാണ്. ഓക്കെ, താൻ എന്ത് എഡിറ്ററായി എനിക്കെന്തുവാ? നിനക്കും എനിക്കും ഒരേ പൈസ തന്നെ. അപ്പം ബൈ ദ വേ മേഡം, നമുക്ക് ബിസിനസ്സിലേക്ക് കടക്കാം. അപ്പം മേഡത്തിൻ്റെ ഒരു ചോറ്റുപാത്രം പാലിന് നമ്മുടെ സമൂൽ മിൽക്ക് 1 ലക്ഷം രൂപ തരും. നോ വേ. 2 ലക്ഷം? നോ. 10 ലക്ഷം? നടക്കില്ല, നടക്കില്ല. ഓക്കെ, 1 crore. 1 കോടി എന്നല്ല, 10 കോടി തരാമെന്ന് പറഞ്ഞാലും ഞാൻ കറന്ന പാല് വേറൊരാൾക്ക് വിൽക്കില്ല. സ്മിത 10 കോടിയല്ലേ ഓഫർ ചെയ്തത്? ഈ സ്മിത കറന്ന പുണ്യമായ പാലല്ലേ അങ്ങ് എന്ന് ചായ ഇട്ട് കൂച്ചുന്നത്? ഞാൻ അങ്ങ് എന്ന് തൊഴുതോട്ടെ. 10 കോടി പാല് ഞങ്ങൾക്ക്. സ്മിത, അറിയാതെ ഞാൻ തന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് മാപ്പാക്കണം. ഞാൻ ആളറിയാതാ സംസാരിച്ചത്. സോറി കേട്ടോ. സ്മിത, അങ്ങനെ നാളെ മുതൽ സ്മിത പാല് തന്നു. അപ്പം നിങ്ങളുടെ പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ നടക്കട്ടെ. ശരി എന്നാ സ്മിത. ഓവറാക്കി ചപ്പളമാക്കിയല്ല, ഓവറാക്കിയെന്ന്. ഞാനല്ല അവൻ. നിനക്കും തരാടോ നോക്കിയ. ഹലോ,
പാൽ. ഇരിക്കോ, പാല് മേടിക്കും. മേഡം ഇരിക്കൂ. മേഡം, ഞാൻ അബദ്ധത്തിൽ ആളറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മേഡം എന്നോട് ക്ഷമിക്കണം. അതെന്തിനാ മാഡം എന്നൊക്കെ വിളിക്കുന്നേ? മേഡം, പ്രശസ്തിയുടെ കൊടുമുടി നിൽക്കുന്ന നിങ്ങളെയൊക്കെ പിന്നെ ഞാൻ പേരിട്ട് വിളിക്കാൻ പറ്റുമോ മേഡം? ഓ, അതാണല്ലേ. അപ്പം എന്നെ ഇഷ്ടമാണല്ലേ? മേഡം, 10 കോടി രൂപ പാലിന് വില പറഞ്ഞിട്ടും മേഡം ആ പാല് വിൽക്കാത്ത നിങ്ങളെപ്പോലുള്ള ദീന വനിതയെ ഞാൻ പിന്നെ ബഹുമാനിക്കണ്ടേ മേഡം? ഓ, ഫാൻസിൻ്റെ ഒരു കാര്യം ഞാനിതൊന്നും ആരോടും പറയാറില്ല. ഇവിടെ വന്നിരിക്കൂ. എൻ്റെ പൊന്നു മേഡം, അങ്ങനെയൊന്നും സംസാരിക്കല്ലേ. എനിക്ക് മേഡത്തിൻ്റെ അടുത്തിരിക്കാനുള്ള യോഗ്യത പോലും ഇല്ല മേഡം. അല്ല, ഇപ്പം ഇങ്ങനെ അകന്ന് നിന്നാ നാളെ ഒരു കാലത്ത് ഞാൻ ഈ വീട്ടിൽ വന്ന് കയറിയാലും ഇതുപോലെ സ്വീകരിക്കും മേഡം. ഞാൻ ഇങ്ങനെ അകന്ന് നിന്നോ? ഞാൻ മേഡത്തിന് ചായ ഇടട്ടെ? ഞാനിടാ. അയ്യോ മേഡം, അങ്ങനെ സംസാരിക്കില്ല മേഡം. മേഡം എൻ്റെ അടുക്കളയിൽ കയറി ചായ ഇടാനോ? ഞാൻ അത്രയ്ക്കും ഒരു... ഞാൻ പാലെടുത്തോട്ടെ. ഹലോ ഹലോ ആൻറ്റി. ആൻറ്റി അല്ലേ പറഞ്ഞേ ഇത്രയൊക്കെ കാര്യങ്ങൾ കാണുമ്പോൾ അയാൾക്ക് എന്നോട് ഭയങ്കര സ്നേഹമായിരിക്കുമെന്ന്? സ്നേഹമൊന്നുമല്ല, അത് ബിൽഡ് ചെയ്ത് ബഹുമാനമായിട്ട് മാറി. ഇയാൾ എൻ്റെ അടുത്ത് പോലും വരുന്നില്ല, ഒന്ന് ഇരിക്കുന്ന പോലും ഇല്ല. 10 അടി മാറിയൊക്കെയാണ് നിൽക്കുന്നത്. എന്തോ ഒരു കഷ്ടമായത്. എൻ്റെ പൊന്ന് ആൻറ്റി, ഇയാൾക്ക് ഇപ്പം എന്നോട് ബഹുമാനം മാത്രമേ ഉള്ളൂ. മോളെ, ഒരു യമണ്ടൻ ഐഡിയ വേറെയുണ്ട്. ഞാനേ അവൻ്റെ അച്ഛനെ അങ്ങോട്ട് പറഞ്ഞു വിടാം. അച്ഛൻ അവൻ്റെ ഒരു വീക്ക്നെസ്സാണ്. നീ അച്ഛനെ നല്ല പൊന്നു പോലൊന്ന് നോക്കി കാണിച്ചു വിടും അവൻ്റെ മുന്നിൽ. ഏതൊരാണിനും അവരുടെ മാതാപിതാക്കളെ നോക്കുന്ന പെണ്ണുങ്ങളോടൊരു പ്രത്യേക ഇഷ്ടം തോന്നും. എൻ്റെ പൊന്നെ, എന്നാ ചൂടാടാ ഇവിടെ. സത്യം പറഞ്ഞ ഇവിടെ സെൻട്രലൈസ് റേസ് ചെയ്യണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റില്ല. നീ ഏത് ലോകത്താ? അച്ഛ, 10 കോടി. 10 കോടിയോ? അച്ഛ, ഇവിടെ പ്രശസ്തയായൊരു പെങ്കൊച്ചു വരും പാലും കൊണ്ട്. ഒരു ചോറ്റുപാത്രം പാലിന് 10. സ്മിതയല്ലേ? അച്ഛനെങ്ങനെ അറിയാം? ഇപ്പം നീ തന്നെയല്ലേ പറഞ്ഞ അവൾ ഭയങ്കര പ്രശസ്തിയുള്ളവളാണെന്ന്. ഞാൻ ആ ജംഗ്ഷനിൽ നിന്ന് വന്നപ്പോൾ മുതൽ പേര് കേൾക്കാൻ തുടങ്ങിയതാണ്. എൻ്റെ പൊന്നെ, ഇതുപോലൊരു പെങ്കൊച്ച്, ഇത്രയും അധ്വാനിക്കുന്നൊരു പെങ്കൊച്ച് ഈ നാട്ടിലില്ലെന്ന് എല്ലാവരും പറയുന്നത്. രാവിലെ പശുവിനെ കറക്കുന്നു, വീടുകൾ തോറും കൊണ്ട് കൊടുക്കുന്നു. ആരും വന്ന് നീ ഇപ്പം പറഞ്ഞാൽ ഈ 10 കോടിക്ക് വന്ന ആൾക്കാർ വന്ന് ചോദിച്ചു കൊടുത്തില്ല. നമ്മൾ പാവങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കൊടുത്ത് നടക്കുക. പാല് കല്യാണം പോലും കഴിച്ചിട്ടില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത്ര അധ്വാനിക്കുന്ന ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്ന പയ്യൻ്റെ ഭാഗ്യം. അയ്യോ സ്മിത മേഡം, അച്ഛൻ ഞാൻ ഈ മേഡത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അയ്യോ അച്ഛൻ അല്ല, ഇതാരാ? അയ്യോ മേഡം, ഇതെൻ്റെ അച്ഛനാ മേഡം. അച്ഛനും മേഡം കൂടെ സംസാരിച്ചിരിക്കും. ഞാൻ കുടിക്കാൻ വെള്ളം എന്തെന്ന് വെച്ചാൽ എടുക്കാം. ഒന്നൊതുങ്ങിയിരിക്കച്ച. അങ്കിളെ വല്ലതും നടക്കൂ? വല്ലതും നടക്കണം. അതിനാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. ഇനി നീ എങ്ങനെയെങ്കിലും അവൻ്റെ മനസ്സിലൊന്ന് കയറി കൂടാൻ നോക്ക്. നീ അച്ഛനെ ശുശ്രൂഷിക്കുന്നത് കണ്ടിട്ട് അവന് തോന്നണം മാതാപിതാക്കളെ നോക്കുന്ന സ്നേഹമുള്ള ഒരു ഭാര്യയായിട്ട് നീ വരുമെന്ന് അവന് തോന്നണം. മനസ്സിലായല്ലോ? പതുക്കെ പതുക്കെ. മോനെ, കാലിന് ഭയങ്കര വേദനയാടാ. ഇവളുണ്ടല്ലോ തൊട്ടാ മതി മാറാൻ കേട്ടോ. അയ്യോ അച്ഛ, തറയിലിരുന്ന അച്ഛൻ്റെ കാല് തരുമ്പേണ്ട വ്യക്തിത്വം അല്ല അതിരിക്കുന്നത് അല്ലേ? സാരയില്ല, എനിക്കിതൊക്കെ സന്തോഷമല്ലേ ഉള്ളൂ. പരിചരണം, മാതാപിതാക്കളെ പരിചരിക്കുന്നത് നല്ലതല്ലേ? കേട്ടൂടാ. പോയവൻ 2 വട്ടം വന്നിരുമ്പോ തരുമ്പോൾ ഭയങ്കര വേനടാ. മേഡം, ചായയുടെ കൂടെ കടി. നല്ല കുട്ടിയാ മോനെ. അച്ഛൻ്റെ തോളുവേദന പറയാതെ അറിഞ്ഞവള്. ഇതൊക്കെ ഒരു ഭാഗ്യമല്ലേ അങ്കിളെ? അതെ അതെ, മോളെ കിട്ടുന്നവൻ്റെ ഭാഗ്യമാണ്. വല്ലതും നടക്കുമോ? നടക്കണം. ഇവനൊന്ന് തുടച്ചു വെച്ചാൽ എന്താ? അച്ഛ, ചായ. അങ്കിളെ, എന്തോ? ദാണ്ടേ, ഞാൻ തരുന്ന പശുവും പാലായതുകൊണ്ട് പറയുന്നതല്ല, പാലിന് ഭയങ്കര കൊഴുപ്പാണേ. പിന്നെ കൊളസ്ട്രോൾ അങ്ങാനും കൂടിയിട്ട് എന്നെ ഒന്നും പറയല്ല. അത് മാത്രമല്ല,
അങ്കിളിന് ഷുഗർ ഉള്ളതല്ലേ? എന്റെ പൊന്നെ, എനിക്ക് ഷുഗർ ആണെന്ന് ഈ കൊച്ചിന് കണ്ടപ്പോഴേ മനസ്സിലായി. കണ്ടോ എന്റെ പൊന്നെ. അതാ പറയുന്നേ, അങ്കിളിന്റെ കൂടെ ഇതെല്ലാം ശ്രദ്ധിക്കാൻ ഒരാളെ എപ്പോഴും വേണമെന്ന്. ഉള്ള കാര്യം പറയാലോ, ഈ കൊച്ചിനെ കെട്ടുന്നവന്റെ ഭാഗ്യമാടാ മോനെ. അയ്യോ മേഡം, എൻ്റെ വീട്ടിൽ കയറി വന്ന് ഈ ചൂലും പിടിച്ചോണ്ട് നിന്നാൽ എനിക്കത് ഷെയിമാ മേഡം. ചൂല അവിടെ ഞാൻ തൂത്തോളാം. ഇവിടെ മൊത്തം അഴുക്കായി കിടക്കുവാ. നേരത്തെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോഴാണെങ്കിൽ അങ്കിളില്ലേ, ഇച്ചിരി വീറും വൃത്തിയൊക്കെ വേണ്ടേ? അയ്യോ അങ്കിളെ, തുണി എന്തെങ്കിലും വാഷ് ചെയ്യാനുണ്ടോ? എങ്കിൽ ഞാൻ വാഷ് ചെയ്തിട്ട് പോവായിരുന്നു. ഇല്ല മോളെ, ഇല്ലടാ ഇല്ല. ഓക്കെ. പൊടിയുടെ അവിടെ ഇല്ല. അച്ഛാ കുറേ നേരമായി നടക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് നിൻ്റെ അടുത്ത് വളരെ ഗൗരവമേറിയ ഒരു കാര്യം പറയാനുണ്ട്. എന്തു വെച്ചാ? ഞാൻ ഇതിനു മുന്നേയും ഇത് നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇന്നലെ ഇവിടെ വന്നൊരു കുട്ടിയുണ്ടല്ലോ, എന്തായിരുന്നു അതിൻ്റെ പേര്? സ്മിത. അവൾ കൊള്ളാം. പിന്നെ ഇനി അച്ഛൻ പറയാൻ പോകുന്ന കാര്യം മോൻ കേൾക്കണം. കേട്ടാൽ മാത്രം പോരാ, അനുസരിക്കുകയും വേണം. നിന്നെ പറയുന്നേ, നീയാണോ ചെറുക്കൻ? ഞാനല്ലേ? മാലങ്ങിതാ ഇനി മേം. ഇനി അച്ഛൻ പറയാൻ പോകുന്ന കാര്യം മോൻ കേൾക്കണം. കേട്ടാൽ മാത്രം പോരാ, അനുസരിക്കുകയും വേണം. അതായത് നിൻ്റെ അമ്മ മരിച്ചപ്പോൾ തൊട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി. പിന്നെ നീ നിൻ്റെ അപ്പച്ചും കൂടെ വീട്ടിൽ നിന്ന് പോയില്ലേ, അന്നേരമാ ഞാൻ ശരിക്കും ഒറ്റപ്പെടൽ എന്താണെന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടേ അച്ഛനൊരു കൂട്ട് വേണം. അച്ഛാ അവരൊക്കെ വലിയ വലിയ ആൾക്കാരച്ഛാ. ആരും കുഴപ്പമൊന്നുമില്ല. നീ തമ്മിക്കണം, നടത്തി തന്നു. എനിക്ക് കൂട്ട് വേണം. മറ്റാൻ കാലത്ത് അച്ഛൻ ആരുമില്ല, നിനക്ക് പിന്നെ മതി എന്ന് പറഞ്ഞിട്ടാ. മിഥുൻ ചേട്ടൻ അല്ല, മോനാണെങ്കിൽ കല്യാണം വേണ്ട. ഞാൻ കുറേ പുറകെ നടന്നു, അമ്പലും വില്ലിനും അടുക്കുന്നില്ല. അച്ഛനാണെങ്കിൽ കല്യാണം മതി, ഇപ്പൊ കെട്ടണം. അപ്പൊ പിന്നെ എനിക്കും കല്യാണം വേണം, അച്ഛനും കല്യാണം വേണം. ഞങ്ങൾ അങ്ങ് ചേരാമെന്ന് വിചാരിച്ചു. മീറ്റ് ഫോർ ഈച്ച് അതർ. അപ്പൊ അപ്പച്ചി, അമ്മേ, അച്ഛ, അപ്പൊ ഞാൻ എൻ്റെ ഒറ്റപ്പെട്ട വീട്ടിലോട്ട് പോവാ. ഒറ്റപ്പെട്ട വീട്ടിൽ ബിസിനസ് ഒക്കെ ചെയ്ത് ഞാൻ ഇനി അവിടെ കാണും. അമ്മ എന്നെ അനുഗ്രഹിക്കണം. നന്നായി വാ, നന്നായി വാ. അപ്പൊ എനിവേ അച്ഛ, കൺഗ്രാജുലേഷൻ. എത്രയും പെട്ടെന്ന് പോട്ടെ. അല്ല നാത്തൂനെ ഒന്ന് വഴി മാറ്.